ഒടുവിൽ മാതൃഭൂമിയും പറഞ്ഞു ബി.ജെ.പിയുടെ ഭാരത് അരി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി, ആ അരി രാഷ്ട്രീയം ഒരു മഹാ തട്ടിപ്പാണ് എന്ന്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ് അത് എന്ന് കഴിഞ്ഞ ദിവസം അത് മലയാള മനോരമ സമ്മതിച്ചിരുന്നു. പക്ഷെ നേരത്തെ ഇക്കാര്യം ആരും പറഞ്ഞിരുന്നില്ല. ഭാരത് അരി വരുന്നു എന്ന വലിയ വാർത്ത കൊടുക്കുകയും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തും, സപ്ലൈകോയിൽ അരിയില്ല, ഇതാ ബി.ജെ.പി അരി വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് 4ഉം 5ഉം വെണ്ടക്ക വാർത്ത നിരത്തിയ മാതൃഭൂമിയും മലയാള മനോരമയും ഇപ്പോൾ മെല്ലെ മെല്ലെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ചെറിയ തോതിലെങ്കിലും വാർത്തയ്ക്ക് അകത്താണ് പറയുന്നത്. ഒരിക്കലും ഒരു തലവാചകത്തിൽ തലക്കെട്ടിൽ ഇതുവരെയും അത് വന്നിട്ടില്ല. ഒരു മുഖ്യധാര ചാനലുകളുടെ തലക്കെട്ടിലും അത് ഇതുവരെ വന്നിട്ടില്ല. ഒരു മുഖ്യധാര ചാനലും ഈ തട്ടിപ്പിനെ കുറിച്ച്, ഈ മഹാ തട്ടിപ്പിനെ കുറിച്ച്, ഈ അരിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല, ഒരു ചർച്ചയും നടത്തുന്നില്ല. മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ്: കേന്ദ്രത്തെ നേരിടാൻ ഇനി കെ അരി എന്ന് പറഞ്ഞുകൊണ്ട് കേരള റൈസ് എന്ന രൂപത്തിൽ കേരളം പുറത്തിറക്കുന്ന അരിയെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ട് അതിനകത്ത് പറയുന്നു ഭാരത് അരി. എന്താണ് ഭാരത് അരി എന്ന്? അതിൽ പറയുന്നത് നാഫെഡ് വിൽപ്പനശാലകളിലൂടെ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള വിതരണം, വിൽക്കുന്നത് പൊന്നി അരി. നാഫെഡിന് കിലോഗ്രാമിന് 18 രൂപയ്ക്ക് കേന്ദ്രം പച്ചരി നൽകും. ഇത് മില്ലിൽ സംസ്കരിച്ച് ഭാരത് അരി എന്ന ബ്രാൻഡിൽ 29 രൂപയ്ക്ക് വിൽക്കും. എന്ന് വെച്ചാൽ നാഫെഡിന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകുന്നത് 18 രൂപയ്ക്കാണ് അരി നൽകുന്നത്. 1 കിലോ അരിക്ക് 18 രൂപ. ആ 18 രൂപയുടെ അരി നാഫെഡ് മറിച്ച് നൽകുന്നത്, ജനങ്ങൾക്ക് ഒരു കവറിലിട്ട് മോദിയുടെ ചിത്രം വെച്ച ഒരു പാക്കറ്റിൽ ഇട്ട് നൽകുന്നത് 29 രൂപയ്ക്ക്. എത്ര രൂപയുടെ ലാഭം? 11 രൂപയുടെ ലാഭത്തിന്. ആലോചിച്ച് നോക്കണം. അതേസമയം കേരളത്തിൻ്റെ അരി എന്താണ്? കെ അരിയെക്കുറിച്ചും മാതൃഭൂമി പറയുന്നു ഇങ്ങനെയാണ്. കെ അരി എന്ന തലക്കെട്ടിൽ താഴെ പറയുന്നു: മട്ട ഉൾപ്പെടെ മലയാളിക്ക് പ്രിയപ്പെട്ട അരി നൽകും. റേഷൻ കടകൾ ഉൾപ്പെടെ പൊതുവിതരണ ശൃംഖലയിലൂടെ വിൽപ്പന. വില കിലോഗ്രാമിന് 25 രൂപ, 27 രൂപ. 25 രൂപ മുതൽ 27 രൂപ വരെ. അവിടെ ലാഭം, അരിക്ക് ലാഭം. അരി ഏതാണ്? അരി മലയാളികൾ ഉപയോഗിക്കുന്ന അരിയാണ്. ഭാരത് അരി മലയാളികൾ ഉപയോഗിക്കുന്ന അരിയല്ല എന്ന വിമർശനം നേരത്തെയുണ്ട്. ഇത് മലയാളികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മട്ട അരി 25 രൂപക്ക് നൽകും. അതാണ് കെ റൈസ് എന്ന് പറഞ്ഞു വെക്കുന്നു മാതൃഭൂമിയുടെ വാർത്തയിൽ. വാർത്തയ്ക്കകത്താണ് അത് പറയുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നും ആ രാഷ്ട്രീയം ബി.ജെ.പിയെ നേരിടുക എന്നതാണെന്നും ബി.ജെ.പിയെ നേരിടുന്നതിന് വേണ്ടി കെ അരി എന്ന അരി മുന്നോട്ട് കൊണ്ടുവരികയാണ്, അത് ഭാരത് അരിക്ക് ബദലാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വാർത്തയിൽ. അത് രാഷ്ട്രീയ വാർത്തയാണ്. ബി.ജെ.പിയെ എതിരിടാൻ കേരളം കെ റൈസ് കൊണ്ടുവന്ന് ഒരു ബദൽ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ആ വാർത്തയിലും ചില കുത്തുകളൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം മലയാള മനോരമ കൊടുത്ത വാർത്തയുണ്ട്. ആ വാർത്തയ്ക്കും തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ്: ഭാരത് അരിക്ക് ബദലായി കെ റൈസ് പരിഗണനയിൽ, കേന്ദ്ര നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാൻ സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ 2 പാരഗ്രാഫ് ഉണ്ട് ആ വാർത്തയിൽ. അതാണ് ആ വാർത്തയിലെ സത്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിങ്ങനെയാണ്: ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം OMSS വഴി ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് 24 രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഫെഡ്, നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ 3 കേന്ദ്ര ഏജൻസികൾ വഴി നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരത് അരിയായി വിതരണം ചെയ്യുന്നത്. അതിനുശേഷം പറയുന്നു, മുൻപ് OMSS എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ലഭിച്ചിരുന്ന അരി സപ്ലൈകോ വഴി 24 രൂപയ്ക്ക് വിതരണം ചെയ്തിരുന്നു. സപ്ലൈകോ വഴി 24 രൂപയ്ക്ക് കേരളം വിതരണം ചെയ്ത അരിയാണ് ഇപ്പോൾ 29 രൂപയ്ക്ക് വിൽക്കുന്നത് എന്ന് പറയുകയാണ് മലയാള മനോരമ. മുൻപ് OMSS വഴി കേരളത്തിന് ലഭിച്ചിരുന്ന അരി സപ്ലൈകോ വഴി 24 രൂപയ്ക്ക് വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു സംസ്ഥാന സർക്കാരിനും ഏജൻസിക്കും ഈ അരി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. OMSS വഴി അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ല എന്ന് വെച്ചാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ കെട്ടിക്കിടക്കുന്ന അരി നേരത്തെ ആ അരി ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ലേലം ചെയ്ത് ആർക്കും അരി വാങ്ങിക്കാം. അതിന് ഒരു ഏജൻസിക്കും തടസ്സമുണ്ടായിരുന്നില്ല. കേരള സർക്കാരിന് പങ്കെടുക്കാം, കേരള സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസികൾക്ക് പങ്കെടുക്കാം. കേരള സർക്കാരിന് മാത്രമല്ല എല്ലാ സംസ്ഥാന സർക്കാരിനും ആ ലേലത്തിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികൾക്കും പങ്കെടുക്കാം. ആരാണ് കൂടുതൽ വില നൽകുന്നത് അവർക്ക് അരി നൽകുക എന്ന ഒരു രീതിയാണ് നേരത്തെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റി
മാറ്റിയിട്ട് പറഞ്ഞു സംസ്ഥാന ഏജൻസികൾ ഈ ലേലത്തിൽ പങ്കെടുക്കരുത്. ഈ ലേലത്തിൽ പങ്കെടുക്കാൻ ആർക്കു മാത്രമേ അധികാരമുള്ളൂ? അത് സ്വകാര്യ വ്യക്തികൾക്കാണ്, സ്വകാര്യ മുതലാളിമാർക്ക് മാത്രമാണ്. അവർ മാത്രം പങ്കെടുത്താൽ മതി എന്ന് തീരുമാനിക്കുകയും അതേ അരി കേന്ദ്ര ഏജൻസി വഴി 29 രൂപയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ 24 രൂപയ്ക്ക് സപ്ലൈകോ വഴി, 10 രൂപയ്ക്ക് റേഷൻ കട വഴി കേരള സർക്കാർ വിതരണം ചെയ്തിരുന്ന അരി, ആ അരിയാണ് 29 രൂപയ്ക്ക് നൽകുന്നത്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ആ അരി വാങ്ങിക്കാനുള്ള അധികാരമില്ല, വാങ്ങാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. ഇവിടെ പട്ടിണിക്കിടുന്നത്, അല്ലെങ്കിൽ ഈ അരി വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത്, ഈ അരി വെച്ച് സ്വകാര്യ മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? കേരളത്തെ പട്ടിണിക്കിടുന്ന സമീപനമല്ലേ ഇത്? അതേക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ഒരു ചർച്ചയുമില്ല, ഒരു അന്തിച്ചർച്ചയുമില്ല, ഒരു മാധ്യമത്തിലും തലക്കെട്ടില്ല. പക്ഷേ വാർത്തകളിൽ അല്ലെങ്കിൽ മറ്റൊരു വാർത്ത എഴുതുമ്പോൾ സത്യം അറിയാതെ പുറത്തു വരുന്നു എന്ന് പറയുന്നത് പോലെ അതിൽ 1 2 വരികളായി അല്ലെങ്കിൽ അവസാന പാരഗ്രാഫായി ഈ സത്യങ്ങൾ ഒളിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. തലക്കെട്ട് വായിക്കുന്നവർക്ക് അത് വേറൊരു രൂപത്തിലും, വാർത്ത വായിച്ച് താഴെത്തട്ടിലേക്ക് പോയാൽ മാത്രമേ സത്യം അറിയാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കേരള അരി, റൈസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭാരത് അരിക്ക് ബദലായി ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു? എന്താണ് അതിന് പിറകിലെ ഇങ്ങനെ അരി വിതരണം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആരും പറയുന്നില്ല, അത് ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് കേരളത്തിൻ്റെ ഒരു ദുര്യോഗം. ഏതായാലും മാധ്യമങ്ങളിൽ അമിത വിശ്വാസമൊന്നും ആർക്കുമില്ല എന്നറിയാം. എന്നിരുന്നാലും ഇങ്ങനെയൊരു കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കേരള വിരുദ്ധമാകുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും ആവർത്തിച്ച് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു.